മൈ ഡിയേഴ്സ്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള വർഷം ആശംസിക്കുന്നു. അപ്പൊ 2024 എന്റെ പ്രിയപ്പെട്ട 5 സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മലയാള സിനിമകളാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം 2024 എന്നുള്ള വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണലിപികളിൽ എഴുതാൻ പറ്റുന്ന പോലത്തെ ഒരു വർഷമായിരുന്നു. നല്ല നല്ല സിനിമകളായിരുന്നു തിയേറ്ററിലുള്ള എല്ലാ ഇൻഡസ്ട്രീസും മലയാളത്തെ വളരെയധികം ശ്രദ്ധിക്കുകയും മലയാളത്തെ പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്ത ഒരു വർഷം. തീർച്ചയായിട്ടും മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന എണ്ണപ്പെട്ട ചില സിനിമകളെ കൊണ്ട് തന്നെയാണ് അത്രയും നല്ലൊരു പേര് നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. അപ്പൊ ഏതൊക്കെയാണ് എന്റെ ടോപ്പ് 5 മൂവീസ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തരായിരിക്കും. നിങ്ങളുടെ ടോപ്പ് 5 മൂവീസ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. സോ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശമാണ്. ഞാൻ തിയേറ്ററിൽ ഇത്രയും അടിപൊളിയായിട്ട് ആസ്വദിച്ച് കണ്ട ഒരു സിനിമ എനിക്ക് തോന്നുന്നു വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം അതിനൊറ്റൊരു പേരേ ഉള്ളൂ, ഫാഫ. ഫാഫറ്റ് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല സിനിമകൾ കഴിയുമ്പോൾ ആ ക്യാരക്ടർ ഒരു ഐക്കോണിക് ആയിട്ട് മാറാറുണ്ട്. അതുപോലെ രംഗണ്ണൻ വർഷങ്ങൾക്കിപ്പുറവും നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള 3 യുവതാരങ്ങളും കൂടെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതായിരുന്നു. അതുപോലെ തന്നെ അല്ലേ, നമ്മുടെ അംബാനിയൊന്നും ആരും മറന്നുപോയിട്ടില്ല. കാരണം ഒരു സിനിമ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരുപാട് സിനിമ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും നമ്മളതിനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ സിനിമയെ അത്രയും സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അക്കണക്കിൽ എൻ്റെ ടോപ്പ് 1 ലിസ്റ്റിൽ ആദ്യമായിട്ടുള്ളത് ആവേശം. നല്ല കൊമേഴ്ഷ്യൽ വിജയം കൂടെ നേടിയ സിനിമയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഭ്രമയുഗം. ഞാൻ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി റിലീസ് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഭ്രമയുഗത്തിന് ടിക്കറ്റ് എടുക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രേരണ എന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് അതൊരു മമ്മൂട്ടി ചിത്രത്തിലേക്ക് മാറുകയായിരുന്നു. മമ്മൂട്ടി ചിത്രം എന്നുള്ളത് മാത്രമല്ല, മലയാളത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരു മൂവി കൂടിയായിരുന്നു ഭ്രമയുഗം എന്ന് പറയുന്നത്. മമ്മൂട്ടി എന്നുള്ള അമേസിങ് ആക്ടറിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അദ്ദേഹം പുടുമൺ പൊറ്റിയായിട്ട് മാറിയിരിക്കുന്ന ആ ഒരു രൂപമാറ്റം നമ്മളെല്ലാവരും വിസ്മയകരമായി നോക്കി നിന്നൊരു വർഷവും കൂടി ആയിരുന്നു 2024. സോ മൈ സെക്കൻഡ് ടോപ്പ് ലിസ്റ്റിൽ ഉള്ളത് ഭ്രമയുഗമാണ്. തേർഡ് വൺ എല്ലാവരുടെയും പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്. നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു കഥ, പക്ഷെ കുറെ ആളുകൾക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നല്ല, ആർക്കും ആ ഒരു സ്റ്റോറി അറിയാതിരിക്കാൻ സാധ്യതയില്ല. സോ മൈ തേർഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മഞ്ഞുമൽ ബോയ്സ് ആണ്. അപ്പൊ മഞ്ഞുമൽ ബോയ്സിന് ശേഷം 4ാമത്തെ ലിസ്റ്റിൽ വരുന്നത് മാർക്കോയാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് മാർക്കോയെ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ. മാർക്കോയെ ഞാൻ ഈ ലിസ്റ്റിൽ ഇടംപെടുത്തി എന്നതിന്റെ പ്രധാന കാരണം, മലയാളത്തിൽ എപ്പോഴും മലയാള സിനിമയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമുക്ക് അത്രയും വലിയ വാണിജ്യ സിനിമകളെ പുൾ ഓഫ് ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്തതായിട്ട് പല ഇൻഡസ്ട്രീസിൽ നിന്നും പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മാർക്കോ അതിന് വലിയൊരു തിരുത്താണ്. ഇപ്പോഴും അടിപൊളിയായിട്ട് ജൈത്രയാത്ര ചെയ്യുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഉള്ള പല മൂവീസിനെയൊക്കെ മാറ്റി നിർത്തി ഇപ്പോൾ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ മാർക്കോയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് മലയാള സിനിമ എന്ന് എല്ലാവർക്കും, അല്ലെ, ദിസ് ഈസ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് എല്ലാവർക്കും അത്രയും കോൺഫിഡൻസോടെ അല്ലെങ്കിൽ അത്രയും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എക്സ്ട്രീം വയലൻസ് ആണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്തരം സിനിമകൾ പല ഇൻഡസ്ട്രീസിലും വരികയും മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. പലപ്പോഴും മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ പല എതിരഭിപ്രായങ്ങളും വരാറുണ്ട്. ബട്ട് അപ്പാർട്ട് എല്ലാ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് നോക്കുമ്പോൾ സിനിമ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ ആ കലാരൂപത്തെ കാണുമ്പോൾ ആ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരാൻ പോകുന്ന മൈലേജ് അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാർട്ടിൽ 4ാമതായിട്ട് മാർക്കോ ഇടം പിടിച്ചിരിക്കുന്നത്. എൻ്റെ 5ാമത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ARM അജയന്റെ 2ാം മോഷണമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇത്തരം ഫാന്റസി സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത്തരം ഫാന്റസി സ്റ്റോറികൾ പലപ്പോഴും മലയാളത്തിൽ ഫ്ലോപ്പ് ആയതും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇത്തരം എടുത്തു പറയാൻ നമുക്കുണ്ടായിരുന്ന ഒരു മൂവി നമ്മുടെ അനന്തഭദ്ര ആയിരുന്നു. അതിനുശേഷം ഇത്രയും അടിപൊളിയായിട്ട് ഫിക്ഷനും യാഥാർത്ഥ്യവും ഒക്കെ മിക്സ് ചെയ്ത് 2 കാലഘട്ടങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട്, 2-2-ലധികം കാലഘട്ടമുണ്ട്, കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു സിനിമ എന്ന് പറയുന്നത് അജയന്റെ 2ാം മോഷണമായിരുന്നു. ഇതിൽ ടോവിനോയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരെയും പോലെ തന്നെ എന്റെയും ഫേവറേറ്റ് മണിയൻ തന്നെയാണ്. മണിയന്റെ കൃത്യമായിട്ടുള്ള ഒരു പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്ന ശരാശരി ഒരു പ്രേക്ഷക തന്നെയാണ് ഞാനും. സോ മൈ ടോപ്പ് 5 ഈസ് ARM. നിങ്ങളുടേതും തികച്ചും വ്യത്യസ്തമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye, see you.